നമസ്കാരം. ഞങ്ങൾ കേരളത്തിന് പുറത്ത് കാട് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരിൽ നിന്നും കുറച്ചകലെ ഒരു കാട് വെച്ചു. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് തുംകൂർ എന്നുള്ള സ്ഥലമാണ്. ഇത് ഒരു 2 മാസം കൊണ്ടാണ് നമ്മളിത് പൂർത്തിയാക്കിയത്. ഡിസംബർ 18-ാം തീയതിയാണ് ഇവിടെ പ്ലാന്റിങ് നടന്നത്. ഡിസംബർ 1-ന് വർക്ക് ആരംഭിച്ചു, ജോലി ആരംഭിച്ചു. നമ്മൾ 18-ാം തീയതിയോടെ ഇതിൻ്റെ നടിയിൽ പൂർത്തിയാക്കി. ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത, ഈ കോളേജിൻ്റെ പണിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഈ മുൻപിലുള്ള പ്രദേശം ഫില്ല് ചെയ്തിരിക്കുന്ന ചുമന്ന മണ്ണ് ഉപയോഗിച്ചാണ്. ഇപ്പോഴും ആ മണ്ണ് അങ്ങനെ ചുവന്നതായിട്ട് തന്നെ കിടക്കുകയാണ്. കാരണം അധികം കാർബൺ കണ്ടൻറ്റ് അതിൽ ചേർന്നിട്ടില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ പൊതുവെയുള്ളൊരു വിശ്വാസം ഈ ചുവന്ന മണ്ണെന്ന് പറയുന്നത് കൃഷിക്ക് വളരെ പറ്റിയ മണ്ണാണെന്നാണ്. പല നഴ്സറികളിലും ഈ ചുവന്ന മണ്ണ് കൂട്ടിയിട്ടിട്ട് ആളുകളത് വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി അതിൽ ചെടി വെക്കുന്ന കാണാറുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഈ ചുവന്ന മണ്ണ് കൃഷിക്ക് ഒട്ടും പറ്റിയതല്ലെന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ കാർബണിൻ്റെ അംശം, കരിയുടെ അംശം ചേരുന്നതനുസരിച്ചാണ് അതിൻ്റെ വളം കൂടുന്നത്. ഫോറസ്റ്റിലെയൊക്കെ നമ്മുടെ ഈ കാട്ടിലെയൊക്കെ മണ്ണെടുത്തു കഴിഞ്ഞാൽ അതിൽ കരിയിലെയും തടിക്കഷ്ണങ്ങളും എല്ലാം ചേർന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് വേർതിരിക്കാനാവാത്ത വിധത്തിൽ ആ മണ്ണിൽ ചേർന്ന് കഴിയുമ്പോൾ മണ്ണ് ഒരു കരിമണ്ണായിട്ട് മാറും. ആ മണ്ണിലാണ് ശരിക്കും നമ്മൾ വളം കൂടുതലുള്ളതും ആ മണ്ണിലാണ് നമ്മുടെ ഈ മരങ്ങൾ തഴച്ച് വളരുന്നതും. കാട്ടിൽ ആരും പ്രത്യേകിച്ച് വളമൊന്നും ഇടുന്നില്ല. ഈ ചെടികളുടെ ഇലയും കമ്പും വീഴുന്നതും പിന്നെ അതിലുള്ള ഈ മൈക്രോബുകളുടെ പ്രവർത്തനം, ഈ മണ്ണിൽ ഉള്ള വിവിധ മൈക്രോബുകൾ, ആ മൈക്രോബുകൾ അവിടെ വരാൻ കാരണം പലതരത്തിലുള്ള ചെടികൾ വളരുന്നതുകൊണ്ടാണ്. കാരണം ഈ ഓരോ ചെടിയുടെയും വേരിനോട് ചേർന്ന് ഓരോ തരത്തിലുള്ള മൈക്രോബുകളാണ് വരുന്നത്. ഇതെല്ലാം കൂടെ ചേർന്ന് അവിടെ ഒരു പുതിയ ആവാസ വ്യവസ്ഥ ഉണ്ടാവുകയാണ്. ഇതേ പ്രക്രിയ ഈ തുംകൂർ പോളിടെക്നിക്കിൽ സംഭവിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം ഇതൊരു പ്രത്യേക പ്ലോട്ടാണ്. ഈ പ്ലോട്ടിൽ നിറയെ ചുവന്ന മണ്ണാണ്, നിങ്ങൾക്ക് ചുറ്റും കാണാവുന്ന പോലെ. ആ മണ്ണിലേക്കാണ് നമ്മൾ ഈ കരിയും മറ്റ് ഘടകങ്ങളും ചേർത്ത് ഈ ചെടി നടുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതിപ്പോൾ ഒരു 3 മാസത്തിൽ താഴെയുള്ള വളർച്ചയാണ് നമ്മൾ ഈ കാണുന്നത്. 2 മാസം 3 മാസത്തെ വളർച്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും ഇത് നിങ്ങളുടെ അടുക്കേക്ക് എത്തുന്നത്. ഇത് ഇവിടെ ഒരു പോളിടെക്നിക്കാണ്. തുംകൂർ പോളിടെക്നിക് എന്ന് പറഞ്ഞാൽ 1962-ൽ ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്ത പോളിടെക്നിക്കാണ്. സർ എം വിശ്വേശ്വരയ്യ എന്ന എഞ്ചിനീയറിംഗ് പ്രതിഭയുടെ സ്മാരകം ആണ് ഈ സ്ഥാപനം. എനിക്ക് തോന്നുന്നു കർണാടകത്തിലെ മിക്കവാറും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ പാർക്കുകളോ നഗരങ്ങളോ എവിടെ ചെന്നാലും നമുക്ക് സർ എം വിശ്വേശ്വരയ്യയുടെ ഒരു പ്രതിമയോ അദ്ദേഹത്തിൻ്റെ പേരോ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ നിരവധി കോളേജും പോളിടെക്നിക്കും എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെ ഉണ്ട്. കാരണം കർണാടകത്തിൽ എഞ്ചിനീയറിങ്ങിൽ അദ്ദേഹം ഒരു ജീനിയസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ ഔന്നത്യം അദ്ദേഹം ഡിസൈൻ ചെയ്ത ഈ നഗരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വ്യക്തമാവും. എന്തായാലും ഈ തുംകൂർ പോളിടെക്നിക്ക് വളരെ വിശാലമായ ഒരു ഏരിയയിലാണ് ഇരിക്കുന്നത്. അതിന് ചുറ്റും മരം വെക്കാനുള്ള സ്ഥലവും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഈ സോഷ്യൽ ഫോറസ്റ്റിയുടെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന മരങ്ങളാണ് പലതും. അപ്പോൾ അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഈ വാഗയും അതുപോലുള്ള നമ്മുടെ ഈ അധിനിവേശ സസ്യങ്ങളാണ് ധാരാളമായിട്ട് നിൽക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ സ്വാഭാവികമായ വന സസ്യങ്ങൾ വെച്ച് ഒരു കാടുണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവിടുത്തെ മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പലും അധ്യാപകരും എല്ലാവരും മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ ഇത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മാൻ ആൻഡ് ഹുമ്മൽ എന്ന കമ്പനി, മാൻ ആൻഡ് ഹുമ്മൽ എന്ന ജർമ്മൻ കമ്പനി, അവർ ഈ കാറുകളുടെ അടക്കമുള്ള ഫിൽട്രേഷൻ സിസ്റ്റംസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. പ്രകൃതി സംബന്ധമായ കാര്യങ്ങളിലും പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളിലും വളരെ താല്പര്യം കാണിക്കുന്ന ഒരു കമ്പനിയാണ്. അവരുടെ പല ജീവനക്കാരും ഈ പോളിടെക്നിക്കിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അവിടെ ജീവനക്കാരായും ഉണ്ട്. അപ്പോൾ എന്തായാലും അവരാണിത് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അവരുടെ പിന്തുണയോടെ നമ്മൾ ഇവിടെ ഒരു കാട് വെച്ച് തീർത്തു. ഇവിടെ ഈ കാട്ടിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഇത്തരം പ്രദേശങ്ങളിൽ കാണുന്ന മരങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഈ വെള്ളം ഇവിടെ സ്ഥിരമായിട്ട് എത്തിക്കാനായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് തൊട്ടടുത്തുള്ള കെട്ടിടത്തിൻ്റെ പുറത്തെ വാട്ടർ ടാങ്കിലേക്ക് ഗ്രൗണ്ട് വാട്ടർ അടിച്ച് കയറ്റിയിട്ട് അവിടെ നിന്ന് ഒഴുക്കുകയാണ്. ആ ഫോഴ്സ് കൊണ്ടാണ് ഇതിവിടെ പമ്പൊന്നും ഉപയോഗിക്കുന്നില്ല. കെട്ടിടത്തിൻ്റെ ഉയരം കൊണ്ടുള്ള ഫോഴ്സ് കൊണ്ട് നമ്മുടെ ഈ കാടിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്നുണ്ട്. ഇത് കേരളത്തിൽ നമ്മുടെ മിയാവാക്കി ഫോറസ്റ്റ് ചെയ്യുന്ന ആ ടീം തന്നെയാണ് ഇവിടെ വന്ന് ഇത് ചെയ്തു തീർത്തത്. അപ്പോൾ അത് നട്ട് പിടിപ്പിച്ച് ഈ ചെടികൾ നട്ട് കഴിഞ്ഞ് ഒരു വളർച്ചയുടെ ഒരു ഘട്ടം വരെ നമുക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം അത് പരിചയമില്ലാത്ത ഒരു സ്ഥലവും മണ്ണും ഒക്കെയാണ്. ഈ നടുന്ന ചെടിയുടെ കഷ്ണങ്ങൾ, ശിഖരങ്ങൾ വളരുന്നതും നമ്മൾ പ്രൂൺ ചെയ്ത് ഇതേ മണ്ണിൽ തന്നെ ചേർക്കുകയാണ്. അപ്പോൾ നാളെ ഈ മണ്ണിലെ ജൈവാംശം കൂടിക്കൊണ്ടിരിക്കുകയും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഈ ചെടികളെല്ലാം നല്ല രീതിയിൽ വളർന്ന് ഇതൊരു വനമായിട്ട് മാറുകയും ചെയ്യും. അത് ചിലപ്പോൾ 6 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷം മതിയായിരിക്കും. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള വളർച്ച ഇവിടെ കാണുന്നുണ്ട്. അതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്.